ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ സുദീപ, ഫാറ്റിമ മഠത്തിൽ. നോമ്പുകാലത്തിൻ്റെ മറ്റൊരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ ചിന്താധാരയിലേക്ക് നോമ്പുകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകൃത്യം, കുരിശിൻ്റെ വഴിയിലെ 6ാം സ്ഥലത്തെക്കുറിച്ചാണ് ഞാനൊന്ന് അവലോകനം ചെയ്യുന്നത്. 6ാം സ്ഥലത്ത് നമ്മൾ കാണുന്നത് ഭക്തയായ വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തില് ഒരു വലിയ സമ്മാനം ഈശോ അവൾക്ക് നൽകി. ഒരു സെൽഫി, ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായ അവള് ഈശോയുടെ മുഖം തുടച്ച തൂവാലയിൽ പതിക്കപ്പെടാൻ ഈശോ അനുവദിച്ചു, അനുഗ്രഹിച്ചു. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്, ഈ വെറോനിക്ക ഇത്രയും ധൈര്യത്തോടെ ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്നത് എങ്ങനെയായിരിക്കും? ആ ദാരുണമായ പ്രദക്ഷിണത്തിൻ്റെ ഒരു സമയം, എരിയുന്ന വെയിലിൽ തീ പൊള്ളുന്ന ചൂടേറ്റ് തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും പാടുകളുടെയും പീഡകളുടെയും ആ മഹാവേദനയിനുള്ളിൽ ക്ഷീണിതനും ദുഃഖിതനും വീണും എഴുന്നേറ്റും കുരിശ് ചുമന്ന് നിങ്ങുന്ന ഈശോയുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. പടയാളികളും പട്ടാളക്കാരും ഈശോയുടെ അമ്മയും ഈശോയെ സ്നേഹിച്ച യോഹന്നാനും ഒക്കെ. അവർക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരു കാര്യമാണ് വെറോനിക്ക ചെയ്തത്. അവൾക്ക് കിട്ടിയ ധൈര്യം, ഞാൻ ആദ്യം പറഞ്ഞ വചനം പോലെ, കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ എന്ന സങ്കീർത്തനത്തിലെ ആ പ്രാർത്ഥന അവൾ പലപ്പോഴും ചൊല്ലിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈശോയുടെ മുഖം തുടയ്ക്കാനായി അവൾക്ക് ഒരു വലിയ പ്രചോദനം കിട്ടിയത്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ഈ വെള്ളിയാഴ്ച മുതലുള്ള ഈ ആഴ്ചയിൽ ഒന്ന് നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കി നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ, ആവശ്യത്തിലിരിക്കുന്നവരോട് നമുക്ക് വചനത്തിൻ്റെ ചികിത്സ നേടി, ദൈവം തരുന്ന കെൽപ്പ് നേടി, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്ത് വെറോനിക്കയെ പോലെ ഈശോയുടെ മുഖം നമുക്ക് തേടാം, തുടയ്ക്കാം. ഈശോ തരുന്ന സമ്മാനം, അന്ന് വെറോനിക്ക അതൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും ആ സമ്മാനം, ആ മുഖശോഭ നമ്മുടെ ഹൃദയത്തിൽ പതിക്കാനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. വെറോനിക്ക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. ആമേൻ.